നമസ്കാരം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ നമ്മൾ കേശ സംരക്ഷണത്തിൽ വളരെ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഷാമ്പു എന്നുള്ളത്. ഇത് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഷാമ്പൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഒരുപാടേറെ കോട്ടങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇത് വളരെ പ്യുവറായിട്ടുള്ള സീറോ കെമിക്കൽ നമുക്ക് കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് വീട്ടിലിത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷാമ്പു ആണെന്ന് പരിചയപ്പെടുത്തുന്നത്. മുൻപും പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള വഴിയിലൂടെയൊക്കെയായിരുന്നു. ഇത് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്ത് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാനും കൂടെ പറ്റുന്ന ഒരു ടിപ്പും കൂടെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമുള്ളതായിരിക്കും. ഇതിലങ്ങനെ സ്ത്രീ പുരുഷ ഭേദമൊന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാം. ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുതൽ സേഫായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഷാമ്പു എങ്ങനെ ഉപയോഗിക്കണം, ഏത് അളവിൽ എന്നുള്ളതൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം ഞാൻ ഡോക്ടർ സജിത ദിജി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഷാമ്പു പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് എന്നുള്ള ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ഈ ഷാമ്പു തയ്യാറാക്കാൻ ഇതിലേക്ക് ആദ്യം എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള റീത്ത, ഇത് ഉണങ്ങിയ രീതിയിലുള്ള പൊടിയല്ല എടുത്തിട്ടുള്ളത്, ഉണങ്ങിയ ഡ്രൈ ഫോമിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഉണങ്ങിയ നെല്ലിക്ക, അംല, അതുപോലെ സോപ്നട്ട്, ഈ 3 കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. അതിന് പുറമെ നമ്മുടെ കിച്ചണിലൊക്കെ നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഉലുവയുടെ ഒത്തിരിയേറെ ഹെയർ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിടുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് കയ്യോന്നി, കഞ്ഞുന്നി, ഭൃംഗരാജ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആ ഒരു ഔഷധ സസ്യത്തിൻ്റെ ഡ്രൈ ഫോം കിട്ടുകയാണെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഇതിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ആദ്യം ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അതിനുശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കണം എന്ന് നിർബന്ധമില്ല, എങ്കിലും കുറച്ച് സമയം കുതിർക്കാനിട്ടാൽ അത് കുക്ക് ചെയ്ത് എടുക്കാനുള്ളതാണ്. അത് നിങ്ങൾക്ക് ഈസിയായി കിട്ടും. അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പം എല്ലാവർക്കും കാണാൻ നല്ലതാവട്ടെ എന്നോർത്തിട്ട് സാധാരണ ഒരു വെസലിലാണ് വെച്ചിട്ടുള്ളത്. അതിന് പകരം നമുക്ക് കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും. ഒരു 3-4 വിസിലൊക്കെ മതിയായിരിക്കും. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാനാണ്, നന്നായിട്ട് സ്ക്വീസ് ചെയ്തെടുത്ത് അതിൻ്റെ ആ സത്ത് മുഴുവൻ നമുക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതിനുശേഷം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിക്ക് ഒരുപാട് ഫ്രിസിനെസ് ഒന്നും അനുഭവപ്പെടുകയില്ല. ഞാനിതിൽ എടുത്തിട്ടുള്ളത് പോലെ 1 പിടി കണക്കിനാണ് എടുത്തിട്ടുള്ളത്. അതിൽ റീത്തയായാലും അതുപോലെ അംലയായാലും 1 പിടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി എന്നുള്ള രീതിയിൽ ഒരു 2 കൈ കൂട്ടിച്ചേർത്ത് ഒരു കുമ്പിളാക്കി അങ്ങനെയാണ് ബാക്കി 2 പ്രോഡക്റ്റും ശികക്കായും അംല എടുത്തിട്ടുള്ളത്. എന്നാൽ ഒരൊറ്റ കൈപ്പിടിയാണ് നമ്മുടെ സോപ്നട്ട് എടുക്കുന്നത്. ആ ഒരു അളവിലെടുത്താൽ മതിയായിരിക്കും. അതിൽ അമിതമായി പോകരുത്. അതിനുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് സ്ക്വീസ് ചെയ്തെടുത്തിട്ട് പിന്നീട് ഒരു ഐസ് ട്രേയിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാൾ ഉപയോഗിക്കാൻ പറ്റും. അത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുമ്പോൾ അല്പം വെള്ളമെടുത്ത് അതിലേക്ക് ഈ ഒരു ഐസ് ക്യൂബ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് അലിഞ്ഞ് വന്ന് ആ തണുപ്പ് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കതൊരു ഷാമ്പൂ ആയിട്ട് ഉപയോഗിക്കാം. മറ്റൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അതിന് പകരം ഈ ഒരു പെട്ടെന്ന് ഉപയോഗിക്കാനൊക്കെ ആണെങ്കിൽ നല്ലൊരു ബോട്ടിൽ തന്നെ ഈ ഷാമ്പൂ തണുത്തതിന് ശേഷം ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ചിലപ്പോൾ ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ അധികം കാര്യങ്ങൾ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ഉപയോഗിക്കാത്തത് കൊണ്ട്. അപ്പോൾ ആ രീതിയിലൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഇത് ഉലുവയുടെയൊക്കെ തന്നെ ഹെയർ പാക്കായിട്ട് തയ്യാറാക്കാറുണ്ട്. ഇതിന് കൂടെ ഈ ഷാമ്പൂ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഡീപ്പ് ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം ഈ ഷാമ്പൂ ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ ചില ഹെയർ പാക്കുകളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊരു ഷാമ്പൂ വേണം എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ഹെയർ പാക്കും ഷാമ്പും കൂടെ ഉപയോഗിക്കുന്ന സമയത്താണെങ്കിൽ മുൻപേ ഒന്ന് എണ്ണ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ മുൻപ് പറഞ്ഞിട്ടുള്ള ഫ്ലാക്സീഡ് ജെല്ലിൻ്റെ ഹെയർ പാക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊന്നും കൂടെ മുടിയൊന്ന് സിൽക്കി ആയിട്ട് ഇരുത്താനും ക്ലിൻസ് ആയിട്ട് ഇരുത്താനും ഒക്കെ തന്നെ ഈ ഒരു ഷാമ്പും കൂടെ ഉപയോഗിച്ചാൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ തലയിൽ ഡാൻഡ്രഫ് വരുന്ന കേസുള്ളവരാണെങ്കിലും മറ്റു മുടിക്ക് ഉള്ളു കുറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ഷാമ്പു ഉപയോഗിക്കാൻ മടിച്ചിരിക്കുന്നവരാണെങ്കിലുള്ള ഓപ്ഷനാണിത്. തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ഇതുപോലെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഈ ബ്രാൻഡ് തന്നെ വേണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുന്ന ഏത് ബ്രാൻഡ്
ബ്രാൻഡോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതുപോലെ ഐസ് ട്രേയിലാക്കി സൂക്ഷിക്കുന്നത് എനിക്ക് തോന്നുന്നു ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴേലും സമയം കിട്ടുമ്പോൾ ഇത് ചെയ്താൽ കുറേ നാൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും ഫ്രീസറിൽ സൂക്ഷിച്ചാൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്തരം ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും. പിന്നെ ഉപയോഗിക്കുന്ന കാര്യം പറയുന്ന സമയത്ത് നമ്മൾ ഇതിൽ ഒട്ടും കെമിക്കൽ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നതെങ്കിലും ഇത് ഒരു പരിധിയിൽ കൂടുതൽ ഉണ്ടാക്കുന്ന സമയത്തായാലും സോപ്പ് നെട്ട് അധികമായി കഴിഞ്ഞാൽ ഇത്ര നല്ലതാണെങ്കിലും നമുക്ക് മുടി കൂടുതൽ ഒരു ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ചിലർക്കൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ 1-2 ദിവസമൊക്കെ കുളിക്കാണ്ട് 3 ദിവസമൊക്കെ തല നനയ്ക്കാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അത് നമ്മൾ ഡാൻഡ്രഫാണ് അല്ലെങ്കിൽ താരനാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുമെങ്കിലും അത് ചൊറിച്ചിലൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ നമ്മളിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ പൊടി പോലെ വരാനുള്ളത് കാണാം. അപ്പോൾ അതിൻ്റെ ഒരു കാരണം നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഹാർഷ് കെമിക്കലൊക്കെ അടങ്ങിയിട്ടുള്ളതോ അല്ലെങ്കിൽ സോപ്പ് നെട്ട് കൂടുതലുള്ള രീതിയിലുള്ള ഷാമ്പൂസൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് മുടിയിൽ ഇതുപോലെ ആ ഒരു ഓയിൽ നഷ്ടപ്പെടുകയും ആ മോയ്സ്ചർ കണ്ടൻറ്റ് ലോക്ക് ചെയ്യുന്ന ആ ഒരു കഴിവ് നഷ്ടപ്പെടുകയും ഇതുവഴി ഡ്രൈ സ്കാൽപ്പ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് സോപ്പ് നെട്ടൊക്കെ വളരെ കുറഞ്ഞ അളവിലേ എടുക്കാൻ പാടുള്ളൂ. നമുക്ക് ആ ഒരു സ്കാൽപ്പിനെ ക്ലെൻസ് ചെയ്യുക അല്ലെങ്കിൽ അധികമായിട്ട് വരുന്ന ഓയിലിനെ ഒന്ന് കഴുകി കളയുക എന്നുള്ള ഉദ്ദേശമേ ഉള്ളൂ. പിന്നെ നമുക്ക് മുടിക്ക് ഒട്ടും ഹാംഫുൾ അല്ല താനും. മുടിയുടെ ഹെയർ റൂട്ടിനൊക്കെ നല്ല ശക്തിയായിട്ട് വളരാനും അല്ലെങ്കിൽ നല്ലൊരു നറിഷ്മെൻറ്റ് കിട്ടാനൊക്കെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഈ ചേർത്തിട്ടുള്ളതൊക്കെ തന്നെ. ഡെയിലി ഉപയോഗിക്കാമോ എന്നുള്ള ചോദ്യം വരാം. നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് എപ്പോഴൊക്കെ കുളിക്കുന്നുണ്ടോ ആ സമയത്തൊക്കെ നമുക്ക് ഇതുപോലുള്ളത് ഉപയോഗിക്കാം. ഇനി ഇത് ഇങ്ങനെ മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ഹെയർ പാക്കൊക്കെ തയ്യാറാക്കിയിട്ട് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതിലേക്ക് ഷാമ്പു ആഡ് ചെയ്ത് ഉപയോഗിക്കുന്ന അങ്ങനത്തെ സിസ്റ്റമൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഒക്കെ ഉപയോഗപ്പെടുത്താം കേട്ടോ. ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും നമുക്ക് ചെറിയ ഒരളവിൽ നമുക്കിത് ഉപയോഗപ്പെടുത്താം. കാരണം ഷാമ്പൂസൊക്കെ ഉപയോഗിക്കുന്നതിലും എത്രയോ ബെറ്ററാണ് നമ്മളിതുപോലുള്ള നാച്ചുറൽ ഷാമ്പൂസ് ഉപയോഗിക്കുന്നത്. പിന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് ഒരു പരിധിയുണ്ട്. നമുക്ക് ഫ്രീസറിലാകുമ്പോൾ ഒത്തിരി നാൾ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു തണുപ്പോടെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്കൊക്കെ തന്നെ നീരിറക്കം പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നമ്മുടെ യുക്തിക്കനുസരിച്ച് ചെയ്യാം. അപ്പം ഇത് നാട്ടിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കും. കാരണം സോപ്പ് നട്ടൊക്കെ തന്നെ ഫ്രഷ് ആയിട്ടാണ് നമുക്ക് കിട്ടാനുണ്ടായിരിക്കും. അല്ലെങ്കിൽ റീത്ത ആയാലും. ഇനി അതില്ലാത്തവർക്ക് നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കാവുന്നതാണ്. ഞാൻ കാണിച്ച അതേ ബ്രാൻഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സേഫ് എന്ന് തോന്നുന്ന നല്ല റിവ്യൂ നോക്കി നല്ലൊരു ബ്രാൻഡോ വാങ്ങിക്കാവുന്നതാണ്. അപ്പം അല്ലെങ്കിൽ അങ്ങാടി കടകളിലും ഇത് വളരെയധികം ലഭ്യമായിട്ടുള്ള തന്നെയാണ് ഈ കൂട്ടുകളൊക്കെ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ മറ്റുള്ളവർക്കും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രമിക്കണേ. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.